ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ ഏകദേശം സമയമൊക്കെ ആയി. പക്ഷേ ഇതുവരെ അതിനെ പറ്റിയിട്ടുള്ള യാതൊരുവിധ അപ്ഡേറ്റുകളും നിലവിൽ വന്നിട്ടില്ല. പല സോഷ്യൽ മീഡിയയിൽ പലയിടത്തായിട്ട് പലവിധ വാർത്തകൾ അതിനെ പറ്റിയിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസ് നിർത്തി എന്ന് വരുന്നുണ്ട്. അതുപോലെ പലവിധമായ ഓരോ കാര്യങ്ങളും പല സോഷ്യൽ മീഡിയയിൽ പലയിടത്തായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. എത്രത്തോളം ഇതിലൊക്കെ ക്ലാരിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടമായിട്ട് ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണുള്ളത്. നമ്മുടെ ഹോട്ട്സ്റ്റാറും ജിയോ ടിവിയും കൂടെ ഒന്നിച്ചു ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്നാണ്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള നമ്മുടെ ഹോട്ട്സ്റ്റാർ അക്കൗണ്ടിലേക്ക് നമുക്കിപ്പോൾ കയറാൻ സാധിക്കില്ല. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 വൈകാനുള്ള കാരണങ്ങൾ ഒരു കാരണം ഇതുകൂടി ആയിരിക്കാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലാലേട്ടൻ്റെ ഡേറ്റ് ക്ലാഷുകൾ. ലാലേട്ടൻ ഇപ്പോൾ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഡേറ്റിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ച് 27-ന് എമ്പുരാൻ റിലീസാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ വീണ്ടും മുന്നോട്ട് പോയേക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അടുത്ത കുറച്ച് അപ്ഡേറ്റുകൾ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 എന്തായാലും ഓഗസ്റ്റിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എങ്ങനെ പോയാലും ഇനി ഒരു 6 മാസം കൂടി എന്തായാലും ഉണ്ടായിരിക്കും. അത് തന്നെയല്ല, ഉടനെ തന്നെ മെയ് ഒക്കെ ആകുന്ന ആ ഒരു സമയത്തേക്ക് തൊട്ട് ഇതിന്റെ ഓഡിഷൻ തുടങ്ങും. ഓഡിഷൻ ഇപ്രാവശ്യം നല്ല രീതിയിൽ സമയമെടുത്തിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഓഡിഷനിൽ പങ്കെടുക്കാനുള്ള ഒരു സമയം കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റിന് എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ 100% ഉറപ്പ് നൽകുക തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തവണത്തെ ആങ്കറിൽ മാറ്റം ഉണ്ടാവും എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. ഒന്നുകിൽ ഒരു പക്ഷേ പൃഥ്വിരാജ്, മമത മോഹൻദാസ്, ടോവിനോ തോമസ് അങ്ങനെ കുറേയേറെ ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസിന്റെ ഹോസ്റ്റിലേക്ക്. അപ്പോൾ ലാലേട്ടൻ അല്ലെങ്കിൽ മറ്റൊരാൾ എന്നത് സങ്കല്പിക്കാൻ തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമകരമായ ഒന്നാണ്. എങ്കിലും ഇതിന്റെ പുതിയ പ്രോജക്റ്റിന്റെ ഡേറ്റിന്റെ ക്ലാഷുണ്ട്. ലാലേട്ടൻ ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് മാറുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ എന്ന് വരുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ തോന്നാം. പക്ഷേ ആരും സൈൻ ചെയ്തിട്ടില്ല. പൃഥ്വിരാജിനെ അവർ അതിനുവേണ്ടി വിളിച്ചിരുന്നു. പക്ഷേ അതിനോട്ട് താല്പര്യമില്ലെന്നാണ് പൃഥ്വിരാജിന്റെ റിപ്ലൈ വന്നിരിക്കുന്നത്. അതുപോലെ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ ടൊവിനോയാണ്. ടൊവിനോ ആയിരിക്കുമോ ഇത്തവണ ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. തമിഴ് ബിഗ് ബോസിൽ സീസൺ 7 വരെ കമലഹാസനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബിഗ് ബോസ് സീസൺ 8ലേക്ക് വന്നപ്പോൾ അവിടെ വിജയ് സേതുപതി വന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതുപോലെ മലയാളത്തിൽ മലയാളികൾക്ക് ഒരിക്കലും ലാലേട്ടനെ മാറ്റി നിർത്തി മറ്റൊരാളെ ചിന്തിക്കാൻ കഴിയില്ല. എങ്കിലും ഒരുപക്ഷേ മറ്റൊരാൾ വന്നാൽ അതൊരു തരംഗമാകുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. ഏതായാലും ബിഗ് ബോസ് ആരാധകരുടെ ഒക്കെ കുറച്ചും കൂടി കാത്തിരിക്കാനാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഓഗസ്റ്റിൽ എന്തായാലും ബിഗ് ബോസ് ഉണ്ടാകും. ഇനിയും കൂടുതൽ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.